Today's topic is flower. Flower is the reproductive structure of a plant. After a period of vegetative growth, when a plant enters into reproductive phase, it is indicated by the formation of flowers. അതായത് ഒരു പ്ലാന്റ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തു എന്നുള്ളതിന് ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പ്ലാന്റും സീഡ് ജെർമിനേറ്റ് ചെയ്ത സീഡ്ലിംഗ് സ്റ്റേജിൽ അല്ലെങ്കിൽ ജുവനൈൽ സ്റ്റേജിൽ അല്ലെങ്കിൽ യങ് സ്റ്റേജിൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാറില്ല. ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് വെജിറ്റേറ്റീവ് ഗ്രോത്തിന് ശേഷം മാത്രമാണ് ഫ്ലവേഴ്സിനെ കാണാറ്. സോ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റീൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പവർ പോയിന്റിൽ നമ്മൾ മെയിനായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് പാർട്സ് ഓഫ് ഫ്ലവർ, വളരെ ബ്രീഫായിട്ട് പാർട്സ് ഓഫ് ഫ്ലവറും പിന്നെ കുറച്ച് ടേംസ് ആൻഡ് ടെർമിനോളജീസുമാണ്. ഫസ്റ്റ് നമുക്ക് വളരെ ബ്രീഫായിട്ട് പാർട്സ് ഓഫ് എ ഫ്ലവർ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ഫ്ലവറിന് മെയിനായിട്ടും 4 ഡിഫറെൻറ്റ് പാർട്സ് ആണുള്ളത്. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. അപ്പോൾ കാലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് വേൾ ഓഫ് എ ഫ്ലവർ. ഇവിടെ ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, പിക്ചറിലേക്ക് ഫോക്കസ് ചെയ്യുക. ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഒരു ഹോൾ സ്ട്രക്ചറിനെയാണ് കാലിക്സ് എന്ന് പറയുക. അപ്പോൾ കാലിക്സിൽ കാണുന്ന ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ, ഓരോ സെഗ്മെൻറ്റ്സിനെയാണ് സെപ്പൽസ് എന്ന് പറയുക. സോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് കാലിക്സ് കോൾഡ് സെപ്പൽ. ആൻഡ് ദ സെക്കൻഡ് വേൾ ഈസ് കൊറോള. കൊറോള എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മൊത്തം റെഡ് കളറിലുള്ള സ്ട്രക്ചർ, ഈ ഒരു ഇതളുകൾ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ കൊറോള എന്ന് പറയുക. മൊത്തം ഇതളുകളെയാണ് കൊറോള എന്ന് പറയുക. ആൻഡ് ഓരോന്നിനെയും നമ്മൾ പെറ്റൽസ് എന്ന് പറയും. ദെൻ ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേമൻസ് മൊത്തം കൂടിയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിനെയാണ് ആൻഡ്രീഷ്യം എന്ന് പറയുക. ഇൻഡിവിജ്വൽ യൂണിറ്റിനെ സ്റ്റേമൻസ് എന്ന് പറയും. ദെൻ ഗൈനീഷ്യം എന്ന് പറഞ്ഞത് ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട് ഞാൻ. ഗൈനീഷ്യത്തിനെ നമുക്ക് ശരിക്കും ഈ ഫ്ലവറിൽ മൊത്തമായിട്ട് കാണാൻ പറ്റില്ല, ഈ ഒരു റെഡ് കളറിൽ ലൈനും കൂടി ഡിസെക്റ്റ് ചെയ്യണം. സോ ഗൈനീഷ്യം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഇന്നർ മോസ്റ്റ് വേൾ ആണ്. Gynoecium otherwise called pistil and the individual units of gynoecium called carpel. ഈ ഒരു പവർ പോയിന്റിൽ നമുക്ക് കുറേ ടേംസ് പരിചയപ്പെടാനുണ്ട്. ഇതിൽ ഫസ്റ്റ് കംപ്ലീറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ്, സെക്കൻഡ് എസെൻഷ്യൽ വേൾ ആൻഡ് നോൺ എസെൻഷ്യൽ വേൾ, തേർഡ് ബൈസെക്ഷൽ ആൻഡ് യൂണിസെക്ഷൽ, ഫോർത്ത് ഡൈക്ലാമിഡസ്, മോണോക്ലാമിഡസ് ആൻഡ് പെരിയാന്ത്, fifth monoecious, dioecious and polygamous, sixth symmetry of flower, and the last one arrangement of flowers. First term is complete and incomplete. Complete means if a flower is provided with all the 4 floral whorls such as calyx, corolla, androecium and gynoecium, flower is said to be complete. Example, hibiscus. Hibiscus flowers are complete because they are provided with all the 4 floral whorls. Incomplete means if any one of the floral whorl is missing, flower is said to be incomplete. Example for incomplete flower is unisexual flower. In unisexual flower, one of the floral whorl is always missing. In male flowers, gynoecium is missing. In female flower, androecium is missing. Example for incomplete flower is cucurbits. Cucurbitaceae ഫാമിലിയിൽ വരുന്ന മെമ്പേഴ്സിന് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. നമ്മൾ കാണാറുണ്ട് മത്തൻ, കുമ്പളം പോലത്തെ പ്ലാന്റ്സിൽ ആദ്യം ഫോം ചെയ്യുന്നതൊക്കെ മെയിൽസ് ആയിരിക്കും. അതിൽ സാധാരണ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടാറില്ല. അത് കൊഴിഞ്ഞു പോയതിന് ശേഷം രണ്ടാമത് താഴെ ചെറിയ എന്താ പറയുക ഫ്രൂട്ട്സ് ലൈക്ക് സ്ട്രക്ചറിൻ്റെ മുകളിൽ വരുന്ന ഫ്ലവേഴ്സിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുക. സോ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് സെപ്പറേറ്റ് ഉണ്ട്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്
യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കുക്കുർബിറ്റ്സ് പറയാം. സെക്കൻഡ് ടേം എസെൻഷ്യൽ വേൾ ആൻഡ് നോൺ എസെൻഷ്യൽ വേൾ. കാലിക്സ് ആൻഡ് കൊറോള, the outermost two whorls, they are not essential for reproduction, hence called non-essential whorls. They are protective in function or supportive in function. Actually കാലിക്സും കൊറോളയും റീപ്രൊഡക്ഷന് ആവശ്യമായിട്ട് വരുന്നില്ല. അതൊരു പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ, ആൻഡ്രീഷ്യത്തിനെയും ഗൈനീഷ്യത്തിനെയും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള ആൻഡ്രീഷ്യത്തിനെയും ഗൈനീഷ്യത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടാണ് കാലിക്സും കൊറോളയും ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദേ ആർ നോട്ട് എസെൻഷ്യൽ ഫോർ റീപ്രൊഡക്ഷൻ, ഹെൻസ് കോൾഡ് നോൺ എസെൻഷ്യൽ വേൾഡ്സ്. സോ ഒരു ഫ്ലവറിലെ കാലിക്സിനെയും കൊറോളനെയാണ് നമ്മൾ നോൺ എസെൻഷ്യൽ വേൾഡ്സ് എന്ന് പറയാം. വെറാസ് andrecium and gynecium are essential for reproduction, hence called essential whorls. Third term, bisexual and unisexual flowers. Bisexual flower means if a flower is provided with both andrecium and gynecium, flower is said to be bisexual. ഒരു ഫ്ലവറിൽ ആൻഡ്രീഷ്യം ഗൈനീഷ്യം പ്രസൻ്റ് ആണെങ്കിൽ അതിനെയാണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയാം. സോ അങ്ങനത്തെ ഫ്ലവേഴ്സ് ഏതോ ഹിബിസ്കസ് ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണ്, കാരണം ഹിബിസ്കസിൽ ആൻഡ്രീഷ്യം ഗൈനീഷ്യം പ്രസൻ്റ് ആണ്. സോ ആൻഡ്രീഷ്യം ഗൈനീഷ്യം മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഒരു ഫ്ലവറിൽ പ്രസൻ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ യൂണി സെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രമാണ് പ്രസൻ്റ് എങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയാം. യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു, എക്സാമ്പിൾ കുക്കുർബിറ്റ്സ് ആണ്. സോ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ടാവും. ഒന്ന് മെയിൽ ഫ്ലവേഴ്സ് ആയിരിക്കും ആൻഡ് ദ സെക്കൻഡ് വൺ ഫീമെയിൽ ഫ്ലവർ ആയിരിക്കും. സോ മെയിൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് വിത്ത് ആൻഡ്രീഷ്യ ആണ്, അതർവൈസ് കോൾഡ് സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ് ബിക്കോസ് സ്റ്റേമൻ കണ്ടെയ്നിങ് ഫ്ലവേഴ്സിനെയാണ് സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ് എന്ന് പറയാം. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് വിത്ത് ഗൈനീഷ്യത്തിന് നമ്മൾ ഫീമെയിൽ ഫ്ലവേഴ്സ് എന്ന് പറയും, അതായത് പിസ്റ്റിൽ കണ്ടെയ്നിങ് ഫ്ലവേഴ്സ്. സോ എക്സാമ്പിൾ ഫോർ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആർ കുക്കുർബിറ്റ്സ്. ഫോർത്ത് ടേം ഇസ് ഡൈക്ലാമിഡസ് ആൻഡ് മോണോക്ലാമിഡസ് ഫ്ലവേഴ്സ്. ഡൈക്ലാമിഡസ് മീൻസ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു രണ്ട് നോൺ എസെൻഷ്യൽ വേൾഡ്സിൻ്റെ ഫ്ലവേഴ്സിന് ഏതൊക്കെയാ, കാലിക്സും കൊറോളയും. രണ്ട് എസെൻഷ്യൽ വേൾഡ്സിൻ്റെ ആൻഡ്രീഷ്യം ഗൈനീഷ്യം. സോ രണ്ട് നോൺ എസെൻഷ്യൽ വേൾഡ്സിൽ രണ്ടും ഒരു ഫ്ലവറിൽ പ്രസൻ്റ് ആണെങ്കിൽ സച്ച് ഫ്ലവേഴ്സ് ആർ കോൾഡ് ഡൈക്ലാമിഡസ് ഫ്ലവേഴ്സ്. ഒരു എക്സാമ്പിൾ ഹിബിസ്കസ് ഒരു ഡൈക്ലാമിഡസ് ഫ്ലവറിന് എക്സാമ്പിൾ ആണ്, കാരണം ഹിബിസ്കസിൽ കാലിക്സും കൊറോളയും പ്രസൻ്റ് ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ മോണോക്ലാമിഡസ് എന്താ, ഏതെങ്കിലും ഒരു നോൺ എസെൻഷ്യൽ വേൾഡ് മാത്രമാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെങ്കിൽ അതിനെയാണ് മോണോക്ലാമിഡസ് ഫ്ലവേഴ്സ് എന്ന് പറയാം. ആൻഡ് എക്സാമ്പിൾ ഫോർ മോണോക്ലാമിഡസ് ഫ്ലവർ ഈസ് കോക്കനട്ട്. അപ്പോൾ കോക്കനട്ടിൻ്റെ കേസിൽ കോക്കനട്ടിൻ്റെ ഫീമെയിൽ ഫ്ലവർ ആണ് നമ്മൾ ഈ മൊച്ചിങ്ങ എന്ന് പറയുന്ന സാധനം. ഈ മൊച്ചിങ്ങൻ്റെ മുകളിൽ ഒരു ഗ്രീൻ കളറിൽ സ്ട്രക്ചർ ഉണ്ടാവും, ഒരു തൊപ്പി പോലെ. അത് നമ്മൾ ഒറ്റ വേളിലേ കാണാറുള്ളൂ. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാലിക്സ് ആണോ എന്നും അറിയില്ല, കൊറോള ആണോ എന്നും അറിയില്ല. ആ ഒരു സ്ട്രക്ചർ, അതായത് ഒരൊറ്റ വേളേ ഉള്ളൂ, അങ്ങനെ ഒരു വേള മാത്രം കാലിക്സ് ആൻഡ് കൊറോള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ലാതെ ഒരു വേള മാത്രം പ്രസൻ്റ് ആണെങ്കിൽ അതിനെയാണ് മോണോക്ലാമിഡസ് ഫ്ലവർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ആ വേളിന് നമ്മൾ കാലിക്സ് എന്നും അല്ല വിളിക്കുക, കൊറോള എന്നും അല്ല വിളിക്കുക, മറിച്ച് ടെപ്പൽ എന്നാണ് വിളിക്കുക. അതായത് if there is no distinction between calyx and corolla, instead single whorl is present as non-essential whorl called perianth or tepal. So monoclamitous flowers le calyx and corolla എന്നല്ല പറയാ, മറിച്ച് ടെപ്പൽ എന്നാണ്. Fifth term is monoecious, dioecious and polygamous plants. Monoecious plants means plants with both male and female flowers. അതായത് ഒരു സിംഗിൾ പ്ലാന്റിൽ സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് കാണുകയാണെങ്കിൽ അങ്ങനത്തെ പ്ലാന്റിനെയാണ് നമ്മൾ മൊണേഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയാം. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതാണ്
കുക്കുർബിറ്റ്സിൻ്റെ കേസിൽ നമുക്ക് മെയിൽ ഫ്ലവേഴ്സിനെയും ഫീമെയിൽ ഫ്ലവേഴ്സിനെയും ഒരു പ്ലാന്റിൽ തന്നെ കാണാൻ പറ്റും. ആദ്യം ഉണ്ടാവുന്ന ഫ്ലവേഴ്സ് ഒക്കെ മെയിൽസ് ആയിരിക്കും. അതൊക്കെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു ഫ്ലവറിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു ചെറിയ ഫ്രൂട്ട് ലൈക്ക് സ്ട്രക്ചർ. ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഫോം ചെയ്യാം. സോ ഒരു മൊണീഷ്യസ് പ്ലാന്റ്സിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക കുക്കുർബിറ്റ്സ് ആണ്. ദെൻ ഡയേഷ്യസ് മീൻസ് സെപ്പറേറ്റ് മെയിൽ പ്ലാന്റും സെപ്പറേറ്റ് ഫീമെയിൽ പ്ലാന്റും ആണെങ്കിൽ അതിനെയാണ് ഡയേഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയാം. ദോസ് വിത്ത് ഓൺലി മെയിൽ ഫ്ലവേഴ്സ് അതിനെ നമ്മൾ മെയിൽ പ്ലാന്റ് എന്ന് പറയും. ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രമുള്ള പ്ലാന്റിനെ ഫീമെയിൽ പ്ലാന്റ് എന്ന് പറയും. സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലാന്റ്സ് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു പ്ലാന്റിൽ തന്നെ സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആണ്. ഇവിടെ സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ഒരു മെയിൽ പ്ലാന്റ് ആണ്, ഇതൊരു ഫീമെയിൽ പ്ലാന്റ് ആണ്. നമ്മൾ ഏതൊക്കെ പ്ലാന്റ്സിൻ്റെ കേസിലാണ് പറയാറ്? ഒന്ന് നട്ട്മഗിൻ്റെ കേസിൽ നമ്മൾ പറയാറുണ്ട് ഇത് മെയിൽ പ്ലാന്റാണ്, ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ടാവില്ല എന്ന്. അതേപോലെ പപ്പായ, ഇത് രണ്ടുമാണ് കോമൺ ആയിട്ടുള്ള ഡയേഷ്യസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ. പപ്പായ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും. നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് പപ്പായൻ്റെ ഫീമെയിൽ പ്ലാന്റ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന പപ്പായ പ്ലാന്റ്സ് മൊത്തം ഫീമെയിൽസ് ആണ്. ഇങ്ങനെയുള്ള പപ്പായ പ്ലാന്റിനെ നിങ്ങൾക്ക് റോഡരികിൽ കാണാൻ പറ്റും. ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള ഇതാണ് ഇതിൻ്റെ മെയിൽ പ്ലാന്റ്സ്. ഇതിനെ നമ്മൾ അധികം കാണാത്തത് ഫ്രൂട്ട്സ് ഉണ്ടാവാത്തത് കൊണ്ട് വെട്ടിക്കളയുന്നത് കൊണ്ടാണ്. സോ ഡയേഷ്യസ് പ്ലാന്റ്സിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള മെയിൽസ് ആൻഡ് ഫീമെയിൽ പ്ലാന്റ്സ് പ്രസൻ്റ് ആയിരിക്കും. ദെൻ പോളിഗാമസ് മീൻസ് പ്ലാന്റ്സ് ബിയറിംഗ് ബോത്ത് ബൈസെക്ഷുവൽ ആൻഡ് യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സ്. അതായത് ഒരു സിംഗിൾ പ്ലാന്റിൽ യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സിനെയും നമുക്ക് കാണാൻ പറ്റും, ബൈസെക്ഷുവൽ ഫ്ലവേഴ്സിനെയും കാണാൻ പറ്റും. സോ പോളിഗാമസ് പ്ലാന്റ്സിൽ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. മെയിൽ ഫ്ലവർ ഉണ്ടായിരിക്കും, ഫീമെയിൽ ഫ്ലവർ ഉണ്ടായിരിക്കും, ബൈസെക്ഷുവൽ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. പ്ലാന്റ്സ് ബിയറിംഗ് ബോത്ത് ബൈസെക്ഷുവൽ ആൻഡ് യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സ്. യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സിൽ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്ലവർ ഉണ്ടാവും, മെയിൽ ആൻഡ് ഫീമെയിൽ. ആൻഡ് എക്സാമ്പിൾ ഫോർ പോളിഗാമസ് പ്ലാന്റ്സ് ആർ മാഞ്ചിഫറ, അതായത് മാംഗോൻ്റെ കേസിൽ നമുക്ക് ഒരു പ്ലാന്റിൽ തന്നെ ഫീമെയിൽ ഫ്ലവറും മെയിൽ ഫ്ലവറും ബൈസെക്ഷുവൽ ഫ്ലവേഴ്സും പ്രസൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സിമെട്രി ഓഫ് ഫ്ലവേഴ്സ് ആണ്. 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ആണുള്ളത് സിമെട്രിൻ്റെ ബേസിൽ. ഒന്ന് സിമെട്രിക് ഫ്ലവേഴ്സ് ആൻഡ് ദ സെക്കൻഡ് വൺ അസിമെട്രിക് ഫ്ലവേഴ്സ്. സിമെട്രിക് ഫ്ലവേഴ്സ് ആർ ഓഫ് 2 ഡിഫറെൻറ്റ് ടൈപ്സ്, റെഗുലർ ആൻഡ് ഇറഗുലർ. The first one, regular. Regular means if the individual units of floral whorls are uniform in size and shape, flower is said to be regular. അതായത് ഒരു കാലിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേളിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന് മൊത്തം ഒരേ സൈസ് ആൻഡ് ഷേപ്പ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ റെഗുലർ ഫ്ലവേഴ്സ് എന്ന് പറയാം. അത് കാലിക്സ് ആവണമെന്നില്ല, കൊറോളി ആവാം. കൊറോളൻ്റെ കേസിലാണെങ്കിൽ ആ ഒരു കൊറോളയിലെ മുഴുവൻ പെറ്റൽസിനും സെയിം സൈസ് ആൻഡ് ഷേപ്പ് ആണെങ്കിൽ നമുക്ക് കൊറോള റെഗുലറാന്ന് പറയാം. സോ അങ്ങനെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ഓൾ ഫ്ലോറൽ വേൾഡ്സ് യൂണിഫോം ഇൻ സൈസ് ആൻഡ് ഷേപ്പ് ആണെങ്കിൽ ഫ്ലവർ ഈസ് സെറ്റ് ടു ബി റെഗുലർ. അപ്പോൾ നമ്മൾ ഓരോ ഫ്ലോറൽ വേൾഡ്സും റെഗുലർ ആണെങ്കിൽ ആ വേൾ റെഗുലറാന്ന് പറയും. 4 ഫ്ലോറൽ വേൾഡ്സും റെഗുലർ ആണെങ്കിൽ നമ്മൾ ഫ്ലവർ റെഗുലറാന്ന് പറയും. ആൻഡ് എക്സാമ്പിൾ ഫോർ റെഗുലർ ഫ്ലവർ ഇസ് ഹിബിസ്കസ്. നമ്മൾ ഹിബിസ്കസ് ഫ്ലവറിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 5 സെപ്പൽസിനും ഒരു സൈസാണ്, 5 പെറ്റൽസിനും ഒരു സൈസാണ്. ന്യൂമറസ് സ്റ്റേമൻസ് ഉണ്ട്, അതിന് മൊത്തം ഒരു സൈസാണ്. ഗൈനീഷ്യത്തിനും ഒരേ സൈസാണ്. അതുകൊണ്ട് തന്നെ ഫ്ലവർ എന്ന് പറഞ്ഞത് റെഗുലർ ഫ്ലവറാണ്. ഇതിൻ്റെ ഓരോ വേൾഡ്സും റെഗുലറാണ്. ദെൻ രണ്ടാമത്, ഏതെങ്കിലും ഒരു ഫ്ലോറൽ വേളിൻ്റെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് എങ്കിലും യൂണിഫോം ഇൻ സൈസ് ആൻഡ് ഷേപ്പ് അല്ലെങ്കിൽ ഫ്ലവർ ഈസ് സെറ്റ് ടു ബി ഇറഗുലർ. എക്സാമ്പിൾ ക്രോട്ട്ലേറിയ. അപ്പോൾ ഈ ഒരു ക്രോട്ട്ലേറിയൻ്റെ കേസിൽ പെറ്റൽസിൻ്റെ സൈസ് ഡിഫറെൻറ്റ് സൈസാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് റെഗുലറാന്ന് പറയാൻ പറ്റില്ല. ഈ ഫ്ലവേഴ്സ് ഇറഗുലറാണ്. അതിന് കാരണം അതിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിലുള്ള സൈസ് ആൻഡ് ഷേപ്പിലുള്ള ഡിഫറൻസാണ്. സോ എക്സാമ്പിൾ ഫോർ ഇറഗുലർ ഫ്ലവർ ഈസ് ക്രോട്ട്ലേറിയ, അതുപോലെ സെൻട്രോസീമ. സിമെട്രി പറയുമ്പോൾ നമ്മൾ 2 ടേംസും കൂടെ പറയാനുണ്ട്, ആക്ടിനോമോർഫിക്
and zygomorphic flowers. Actinomorphic flowers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ flowers which can be cut into two equal halves through any plane. Such flowers are called actinomorphic. നമ്മൾ ഏത് പ്ലെയിനിലും ഒരു ഫ്ലവറിനെ, ഏത് വെർട്ടിക്കൽ പ്ലെയിനിലും ഒരു ഫ്ലവറിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടു ഈക്വൽ ഹാഫ്സ് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ് എന്ന് പറയുക. സോ ഒരു ഫ്ലവർ ആക്ടിനോമോർഫിക് ആവണമെങ്കിൽ അത് റെഗുലറും ആവണം, കംപ്ലീറ്റും ആവണം. സോ റെഗുലർ ആൻഡ് കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ആർ ഓൾവേസ് ആക്ടിനോമോർഫിക്. ആൻഡ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇറഗുലർ ഫ്ലവേഴ്സിൻ്റെ കേസ് പറഞ്ഞു. ഇറഗുലർ ഫ്ലവേഴ്സിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഫ്ലോറൽ വേളിൻ്റെ ഒരു യൂണിറ്റെങ്കിലും യൂണിഫോം ഇൻ സൈസ് ആൻഡ് ഷേപ്പ് അല്ലെങ്കിൽ അതിനെ നമുക്ക് ഈക്വൽ ഹാഫിൽ എല്ലാ പ്ലെയിനിലൂടെയും കട്ട് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പ്ലെയിനിലൂടെ ആ ഇറഗുലർ ഷേപ്പ് കാണിക്കുന്ന ഇൻഡിവിജ്വൽ യൂണിറ്റ് പാസ് ചെയ്യുന്ന പ്ലെയിനിലൂടെ മാത്രമേ ടു ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനത്തെ ഫ്ലവേഴ്സിന് സൈഗോമോർഫിക് ഫ്ലവേഴ്സ് എന്നാ പറയാം. ഫ്ലവേഴ്സ് വിച്ച് ക്യാൻ ബി കട്ട് ഇൻ ടു ടു ഈക്വൽ ഹാഫ്സ് ഓൺലി ത്രൂ എ സിംഗിൾ പ്ലെയിൻ. Such flowers are called zygomorphic, and example for zygomorphic flowers are Centrosema and Crotalaria. And zygomorphic flowers are always irregular. ഞാൻ ഇവിടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ് ആണ്. വയലറ്റ് കളറിൽ കുറേ ലൈൻസ് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ടു ഹാഫ്സ് കിട്ടും. ദെൻ സൈഗോമോർഫിക് ഫ്ലവർ നേരത്തെ കാണിച്ചിട്ടുള്ള ക്രോട്ടലേറിയനെ ആ ഡിഫറെൻറ്റ് സൈസിലുള്ള പെറ്റലിൽ പാസ് ചെയ്യുന്ന രൂപത്തിൽ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ടു ഈക്വൽ ഹാഫ്സ് കിട്ടൂ. സോ ഒരു പ്ലെയിനിൽ കട്ട് ചെയ്താൽ മാത്രമേ ടു ഈക്വൽ ഹാഫ്സ് കിട്ടൂ. അങ്ങനത്തെ ഫ്ലവേഴ്സിനെയാണ് സൈഗോമോർഫിക് ഫ്ലവേഴ്സ് എന്ന് പറയാം. ആൻഡ് സിമെട്രി നമ്മൾ പറഞ്ഞു രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്, സിമെട്രിക് ആൻഡ് അസിമെട്രിക്. അസിമെട്രിക് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് which cannot be cut into two equal halves through any plane. And example for asymmetric flowers are Canna. Canna എന്ന് പറഞ്ഞത് ഇതാണ് ഫ്ലവർ. തോട്ടവാഴ എന്നാണ് നമ്മളെ നാട്ടിൽ ഇതിന് പറയാം. കാരണം എന്തുകൊണ്ടാണ് അത് അസിമെട്രിക് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇതിനൊരു വലിയ പെറ്റലുണ്ട്, അതേസമയം വേറൊരു സൈഡിൽ അത് പാസ് ചെയ്യാത്ത, നമ്മളൊരു വെർട്ടിക്കൽ പ്ലെയിനിൽ കട്ട് ചെയ്താൽ പാസ് ചെയ്യാത്ത രൂപത്തിൽ ഇതിന് ഒരു വേറൊരു സ്ട്രക്ചറും കൂടിയുണ്ട്. അതായത് ഇതിന് നമുക്ക് ഏത് രൂപേണയും എന്ത് ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഫ്ലവേഴ്സിനെയാണ് അസിമെട്രിക് ഫ്ലവേഴ്സ് എന്ന് പറയാം. ദിസ് ഇസ് ദ ലാസ്റ്റ് സ്ലൈഡ് ഓഫ് ദിസ് PowerPoint presentation, arrangement of flowers. And there are three different types of arrangement: spiral, cyclic and spirocyclic. Spiral arrangement of flowers means if the floral organs are arranged in distinct strata or arranged around the thalamus, flower is called cyclic. And example for cyclic flowers are hibiscus. വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഫ്ലവറിൻ്റെ സ്റ്റോക്കിൻ്റെ പുറത്ത്, ഫ്ലവർ സ്റ്റോക്കിൻ്റെ പുറത്ത് കാലിക്സ് ഒരു വേളായിട്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു വേളായിട്ട് കൊറോള, അതിൻ്റെ ഉള്ളിൽ ആൻഡ്രീഷ്യം ഒരു വേള്, ഗൈനീഷ്യം ഒരു വേള്. സോ ഓരോ റൗണ്ടിലും ഓരോ വേൾസ് വീതം, ഓരോ സ്ട്രാറ്റയിലാണ് ഓരോ വേൾസും അറേഞ്ച് ചെയ്തതെങ്കിൽ അതിനെയാണ് നമ്മൾ സൈക്ലിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലോറൽ ഓർഗൻസ് എന്ന് പറയാം. ലൈക്ക് വേൾഡ് ഫില്ലോടാക്സി, അതായത് നമ്മൾ ഏഴിലം പാലൻ്റെയൊക്കെ ഫില്ലോടാക്സി കണ്ടിട്ടുണ്ട്, അതായത് ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇതിൻ്റെ നോഡൽ റീജിയനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നോഡിൽ ഒരു 5 or 6 ലീവ്സ് പ്രസൻ്റ് ആയിരിക്കും. സോ ഇങ്ങനെ ലീവ്സിന് സ്റ്റെമ്മിന് ചുറ്റും അറേഞ്ച് ചെയ്ത പോലെ ഫ്ലവറിൻ്റെ സ്റ്റോക്കിന് ചുറ്റും ഒരു റൗണ്ടിലാണ് കാലിക്സ്, അതിൻ്റെ ഉള്ളിലായിട്ട് കൊറോള, അതിൻ്റെ ഉള്ളിലായിട്ട് ആൻഡ്രീഷ്യം, അതിൻ്റെ ഉള്ളിലായിട്ട് ഗൈനീഷ്യം. ഇങ്ങനെ ഓരോ സൈക്കിളായിട്ടാണ് അറേഞ്ച് ചെയ്തതെങ്കിൽ അതിനെയാണ് സൈക്ലിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലോറൽ ഓർഗൻസ് എന്ന് പറയാം. ഹിബിസ്കസിൻ്റെ കേസിൽ സൈക്ലിക് അറേഞ്ച്മെൻറ്റാണ്. അങ്ങനെയാണെങ്കിൽ സ്പൈറൽ എന്താ? ഇഫ് ദേ ആർ അറേഞ്ച്ഡ് സ്പൈറലി. ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിൻ്റെ പുറത്ത് സ്പൈറലി, നമ്മൾ ഓരോ വേൾസ് പറിക്കുന്നതിനനുസരിച്ച് ഉള്ളിലേക്ക് സ്പൈറലിയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സ്പൈറൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുക. ആൻഡ് എക്സാമ്പിൾ ഫോർ സ്പൈറൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലോറൽ ഓർഗനസ് നിംഫയ. നിംഫയുടെ കേസിൽ നമ്മൾ ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ സെപ്പൽ ലൈക്ക് സ്ട്രക്ചറിനെ പറിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ വൈറ്റ് കളറായിട്ട് വരുന്നുണ്ടാവും. ഗ്രീൻ കളർന്ന് മാറി വൈറ്റ് ആദ്യം ചെറുതായിരിക്കും, പിന്നെ സെൻറ്ററിലൊക്കെ എത്തുമ്പോഴേക്ക് വലുതായിട്ടുണ്ടാവും, പിന്നെയും ചെറുതായിട്ട് അത് സ്റ്റേമനായിട്ട് മാറും, സ്റ്റേമൻ പിന്നെ ഗൈനീഷായിട്ട് മാറും. അല്ലാതെ ഓരോ വേൾസിലല്ല അതിൻ്റെ ഫ്ലോറൽ ഓർഗൻസിനെ അറേഞ്ച് ചെയ്തിട്ട്.
മറിച്ച് ഒന്നായിട്ട് മാറുക ചെയ്യുക. കാലിക്സ് സാവധാനം കൊറോള ആയിട്ട് മാറുക, കൊറോള സാവധാനം ആൻഡ്രീഷ്യ ആയിട്ട് മാറുക, ഇങ്ങനെയാണ്. സോ ഒരു സ്പൈറൽ ടൈപ്പ് ഓഫ് ഫ്ലോറൽ ഓർഗൻസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുക. സോ സ്പൈറൽ അറേഞ്ച്മെൻറ്റ്. ദെൻ ചില ഫ്ലവേഴ്സിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അനോന സ്ക്വാമോസ, അനോന റെറ്റിക്കുലേറ്റ, അനോന മ്യൂരിക്കേറ്റ, അതായത് നമ്മളെ ചക്കപ്പഴം, സീതപ്പഴം, അതേപോലെ മുള്ളൻ ചക്ക, ഈ ഒരു കേസിലൊക്കെ ഔട്ടർ വേൾഡ്സ് അതായത് നോൺ എസെൻഷ്യൽ വേൾഡ്സ് സൈക്ലിക്കലി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. തലാമസിന് ചുറ്റും ഓരോ വേൾഡ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് എസെൻഷ്യൽ വേൾഡ്സ് ആയിട്ടുള്ള ആൻഡ്രീഷും ഗൈനീഷും സ്പൈറലി ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സോ പാർഷ്യലി സ്പൈറലും പാർഷ്യലി സൈക്ലിക്കലിയും ആയതുകൊണ്ട് തന്നെ നമ്മളതിനെ സ്പൈറോസൈക്ലിക് അറേഞ്ച്മെൻറ്റ് എന്നാണ് പറയുക. താങ്ക് യു.